കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ചെയ്തു വെക്കുന്ന ഒരു മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഒരുപാട് പേര് പറയുന്നുണ്ട്, ചേച്ചി ഓവുലേഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ്റെ ആയിട്ടുള്ള ലക്ഷണങ്ങളും ഉണ്ടാവുന്നുണ്ട്, പക്ഷേ പ്രഗ്നൻസി ആകുന്നില്ല. ഹസ്ബൻഡിനും പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്കും പ്രശ്നങ്ങളൊന്നും പറയത്തക്ക രീതിക്ക് ഇല്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആകാത്തതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പലപ്പോഴും എല്ലാ റിപ്പോർട്ട്സും നോർമലായിട്ടും നമ്മൾ പ്രഗ്നൻ്റ് ആകാത്തത് നമ്മളിൽ നിന്ന് വരുന്ന എന്തെങ്കിലും മിസ്റ്റേക്സ് കൊണ്ടിട്ടായിരിക്കും. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ കൊണ്ടായിരിക്കും അങ്ങനെയുള്ളവരെ പ്രഗ്നൻ്റ് ആകാത്തത്. ആ സമയത്ത് നമ്മൾ വെറുതെ നെഗ്ലക്റ്റ് ചെയ്ത് വിടുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്ന, നമ്മുടെ ഫെർട്ടിലിറ്റിയെ സാരമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു റീസൺ ഉണ്ട്. അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ബ്ലണ്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ റെക്ടിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ ഒരു രീതിക്ക് തന്നെ പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പലരും തന്നെ ചായ കുടിക്കാറുണ്ട്. ചായ കുടിക്കുന്നവരുണ്ട്, ഒരുപാട് കുടിക്കുന്നവരുണ്ട്, മിതമായിട്ട് കുടിക്കുന്നവരുണ്ട്, ഒട്ടും കുടിക്കാത്തവരുണ്ട്. എന്നാൽ പലരും ചെയ്തു വെക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ച് ഒരു ദിവസം തുടങ്ങുക. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. ചിലവരൊക്കെ ബെഡ് കോഫി ആയിട്ട് തന്നെ രാവിലെ തന്നെ ബ്രഷ് ചെയ്യുന്നതിന് മുൻപോ അല്ലെങ്കിൽ വായ ഒന്ന് ക്ലീൻ ചെയ്യുന്നതിന് മുൻപോ ചായ കുടിക്കുന്നവരുണ്ട്. ഇൻ കേസ് നിങ്ങൾ ബ്രഷ് ചെയ്തിട്ട് ചായ കുടിക്കുന്നവരാണെങ്കിലും രാവിലെ നമ്മളൊന്ന് എനർജറ്റിക് ആവാൻ വേണ്ടിയിട്ട് ചായ കുടിക്കുന്നവരുണ്ട്. ഒരിക്കലും നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാനായിട്ട് പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ എന്താണോ എടുക്കുന്നത് അതിൻ്റെ ഗുണം നമ്മളുടെ ശരീരം പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും. അതിൻ്റെ ഗുണമായാലും അതിൻ്റെ ദോഷമായാലും നമ്മുടെ ശരീരം അത് പൂർണ്ണമായിട്ടും അബ്സോർബ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു തൈറോയിഡിൻ്റെ മെഡിസിൻ നിങ്ങൾക്ക് കഴിക്കാനുണ്ട്, അത് നിങ്ങൾ കുടിച്ചു എന്ന് വിചാരിക്കുക. അതിനുശേഷം നിങ്ങളിപ്പോൾ ഗ്രാമ്പൂ വെള്ളമോ അല്ലെങ്കിൽ കറുവപ്പട്ട വെള്ളമോ എന്താണെങ്കിലും അത് നിങ്ങൾ കുടിച്ചു എന്ന് വിചാരിക്കുക. അതിനുശേഷവും നിങ്ങളുടെ ശരീരം അതെല്ലാം അബ്സോർബ് ചെയ്തു. ദെൻ ഹെവി ആയിട്ട് ഒന്നും നമ്മുടെ ശരീരത്തിലോട്ട്, ഹെൽത്തി ആയിട്ടുള്ള ഒന്നും നമ്മുടെ ശരീരത്തിലോട്ട് എത്തിയിട്ടില്ല. പിന്നെ നമ്മൾ ചായ തിളപ്പിച്ചു, കിച്ചണിൽ ചായ തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് ചായയോ അര ഗ്ലാസ് ചായയോ അത് നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ ശരീരത്തിന് നല്ലതല്ല. നമ്മളുടെ ശരീരത്തിലെ pH അഫക്റ്റ് ചെയ്യാനായിട്ട് ഇത് കാരണമാവുന്നു. നമ്മുടെ ബോഡിയിൽ ഒരു pH ലെവലുണ്ട്. നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് ഡൈജഷൻ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ pH ബാലൻസിനെ അഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചായ നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുന്നത് കാരണമാകുന്നു. അതുമാത്രമല്ല, ഇതിങ്ങനെ നമ്മൾ കുടിക്കുമ്പോഴേക്കും, പ്രത്യേകിച്ച് എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങൾ എടുക്കുമ്പോഴേക്കും അത് നിങ്ങളുടെ ഡൈജഷനെ, നിങ്ങളുടെ ദഹന പ്രവർത്തനത്തെ സ്ലോ ഡൗൺ ആക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷണമാണെങ്കിലും നമ്മൾ എടുക്കുന്ന ഏത് വിറ്റമിൻ ആണെങ്കിലും അതിൻ്റെ ഗുണം നമ്മളുടെ ശരീരത്തിലോട്ട് കിട്ടണമെങ്കിൽ പ്രോപ്പറായിട്ട് അതിന് ഡൈജഷൻ അല്ലെങ്കിൽ ദഹന പ്രക്രിയ നടക്കണം. ഡൈജഷൻ ശരീരത്തിൽ സ്ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിലോട്ട് എത്തുന്ന വിറ്റമിൻസിനെ അബ്സോർബ് ചെയ്ത് അത് വേണ്ട അവയവത്തിലോട്ട് എത്തിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ടൈം എടുക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോഴേക്കും അത് പലരിലും ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ ചായ എടുക്കുന്ന ശീലമോ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്ന ശീലമോ നിങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും, അതായത് ഫുഡ് എന്തെങ്കിലും കഴിക്കുമ്പോഴേക്കും അതിൻ്റെ ഒപ്പം നിങ്ങൾ ചായ കുടിക്കുന്നത്. ഒരിക്കലും ആ ഒരു കാര്യവും ചെയ്യാൻ പാടില്ലെന്നാണ് റിസർച്ച് നടത്തി കണ്ടുപിടിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നു, ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഒരു ചെറുപയർ കറിയും അല്ലെങ്കിൽ ഒരു പുട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയാണ്. ചെറുപയറെന്ന് പറയുന്നത് ഒരുപാട് വിറ്റമിൻസ് ഉള്ളതാണ്, നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാനും ഇംപ്ലാന്റേഷൻ നടക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. പക്ഷേ നമ്മളിതൊരു എംപ്റ്റി സ്റ്റൊമക്കിൽ ഇതെടുക്കുമ്പോഴേക്കും ഇതിൻ്റെ ഒപ്പം ഒരു കട്ടൻ ചായയോ അല്ലെങ്കിൽ ഒരു പാൽ ചായയോ അല്ലെങ്കിൽ ഒരു കോഫിയോ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ശരീരത്തിലെ, അതായത് നമ്മളിപ്പോൾ ചെറുപയർ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗുണങ്ങളെ അബ്സോർബ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നില്ല. ചായ കുടിക്കുന്നത് ഇതിൻ്റെ ഗുണങ്ങളെ ഒന്ന് സപ്രസ് ചെയ്യാനായിട്ട് കാരണമാവുകയുള്ളൂ. അതായത് നമ്മൾ ഏത് വിറ്റമിൻ ആണോ അല്ലെങ്കിൽ ഏത് നല്ല ഹെൽത്തി ഫുഡാണോ എടുക്കുന്നത് അതിൻ്റെ ഗുണം നമ്മളുടെ ശരീരത്തിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഭക്ഷണത്തിനോടൊപ്പം നിങ്ങൾ കോഫിയോ ടീയോ ഉപയോഗിക്കുന്നത് കാരണമാവുന്നു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഒരിക്കലും നിങ്ങൾ ചായയോ കോഫിയോ എടുക്കാനായിട്ട് പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും ഒപ്പം അതിൻ്റെ കൂടെ നിങ്ങൾ വെള്ളം കുടിക്കുക. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 1 hour കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 2 hour കഴിഞ്ഞിട്ട് നിങ്ങൾ ചായ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചായ ഒപ്പം കുടിക്കുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് എത്താനായിട്ട് തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് ആ ഒരു മിസ്റ്റേക്കും നിങ്ങൾ ചെയ്യാതിരിക്കുക കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും ചോദിക്കും
ചോദിക്കും അപ്പോൾ എത്രത്തോളം ചായയും കോഫിയും നമുക്ക് കുടിക്കാമെന്നുള്ളത്. നമുക്ക് ഒരു ദിവസം ഒരു 200 അല്ലെങ്കിൽ ഒരു 250 mg എടുക്കാവുന്നതാണ്. അതായത് ഒരു ചെറിയ കപ്പിൽ രാവിലെയും വൈകിട്ടും ചായ കുടിക്കാവുന്നതാണ്. അതിലൊരിക്കലും പ്രശ്നമില്ല. പക്ഷെ ഒരുപാട് പേരുണ്ടല്ലോ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരുന്നവരുണ്ട്, ചായ കുടിച്ചില്ലെങ്കിൽ ഒരു ഉന്മേഷം ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചായക്ക് അഡിക്റ്റ് ആവാതിരിക്കുക. നമ്മളെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കാര്യത്തിനും നമ്മളെ ചാൻസ് കൊടുക്കാതിരിക്കുക. ചായയിൽ നിങ്ങൾ അഡിക്റ്റ് ആണെങ്കിൽ ആ അഡിക്ഷൻ നിങ്ങൾ മാറ്റാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. കൂടുതലായിട്ട് ചായ കുടിക്കുന്ന സമയത്ത് നിങ്ങൾ ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ടീ ഉണ്ടാകും. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഫെർട്ടിലിറ്റി ടീ ബാഗ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഗ്രീൻ ടീയുടെ ടീ ബാഗ് പോലെ അത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയില്ലേ, അതുപോലെ ആവും. ചായക്ക് ചായയോ ആകും, ഫെർട്ടിലിറ്റി കൂട്ടാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അതിപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലുമൊക്കെ അവൈലബിൾ ആണ്. ഫെർട്ടിലിറ്റി ടീയും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അതും ബെനിഫിറ്റുകൾ ഒരുപാട് കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് സ്ത്രീകൾക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല, പുരുഷന്മാർക്കും ഇത് ബാധകമാണ്. കൂടുതലായിട്ടും ടീയോ കോഫിയോ നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാരുടെ ഫെർട്ടിലിറ്റിയും അവരുടെ സ്പേമിൻ്റെ കൗണ്ടിനെയും മോട്ടിലിറ്റിയും ഇത് സാരമായിട്ടും ബാധിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും ഒരുമിച്ച് ഹെൽത്തി ആയിട്ട് ചേർന്നാൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ളൊരു എംബ്രിയോ ഫോർമേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. അതുപോലെ തന്നെ പഴയ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് ആ വീഡിയോയിൽ റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ആ വീഡിയോയുടെ താഴെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ ആ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. പഴയ വീഡിയോസിന് ഇടുന്ന പല കമൻസും എനിക്ക് കിട്ടുന്നില്ല. സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് എടുത്ത് നോക്കുമ്പോഴാണ് അയ്യോ ഇത്രയും കമൻസിന് റിപ്ലൈ പോയിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ഞാൻ തന്നെ തിരിച്ചറിയുന്നത്. എനിക്ക് യൂട്യൂബിൻ്റെ കമൻസിൽ അത് വരുന്നില്ല. എന്തോ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ വന്ന എന്തോ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ പലരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കമൻസ് ഇടുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ ആയിരിക്കും അങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ സെക്സ്, ഓർഗാസം അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ഇടുമ്പോഴേക്കും പലതും ആ ഒരു യൂട്യൂബിൽ തന്നെ ബ്ലോക്ക് ആക്കി വെക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ചിലവരുടെയൊക്കെ ഒരു ഹെൽഡ് ഫോർ റിവ്യൂ അല്ലെങ്കിൽ സ്പാം എന്ന് പറയുന്ന ഒരു കാറ്റഗറി പോയിട്ടാണ് കിടക്കുന്നത്. അല്ലാതെ മനഃപൂർവ്വം ഒരു കമൻറ്റിനും റിപ്ലൈ തരാതിരിക്കുന്നില്ല നമ്മുടെ ചാനലിൽ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കമൻറ്റിന് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ ആ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.